ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംബിയർ സർക്യൂട്ട് ലോയെ കുറിച്ചാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഇതുവരെയുള്ള ലോസ് എന്ന് പറയുന്നത് ഒന്ന് കുളംസ് ലോ ആയിരുന്നു, രണ്ടാമത്തത് ഗോസസ് ലോ ആയിരുന്നു. അതേപോലെ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ബയോട്ട് സാവർട്ട് ലോയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബിയർ സർക്യൂട്ട് ലോയെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ കുളംസ് ലോയും ഗോസസ് ലോയും എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബയോട്ട് സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ആംബിയർ സർക്യൂട്ട് ലോ ഈസ് അനദർ ലോ ഓഫ് ദിസ് ടൈപ്പ്. അപ്പോൾ ഏത് തരത്തിലാണോ ഗോസസ് ലോ കുളംസ് ലോ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ആംബിയർ സർക്യൂട്ട് ലോ ബയോട്ട് സാവർട്ട് ലോ ആയിട്ടും കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്താണ് ആംബിയർ സർക്യൂട്ട് ലോ എന്ന് വിശദമായിട്ട് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുന്നു. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇത്തരത്തിൽ, സപ്പോസ് ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, ഈ തരത്തിൽ കറണ്ട് പോകുന്നതായിട്ട് എടുക്കുക. നമുക്കറിയാം ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതായിരിക്കും? ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ? നമ്മൾ പഠിച്ചാണ് ഈ തരത്തിലുള്ള കണ്ടക്ടർ ഈ തരത്തിലെടുത്ത് തമ്പെടുത്ത് കഴിഞ്ഞാൽ ഈ അൺസൈക്ലിംഗ് ഫിംഗേഴ്സ് കാണിക്കുന്നത് അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറൗണ്ട് ദിസ് കണ്ടക്ടർ. ഓക്കെ, നമ്മളിവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തതിന് ശേഷം യു ഇമാജിൻ എ ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു സർക്കുലർ ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് ഒരു സർക്കുലർ ലൂപ്പാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കുലർ ഫോമിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കുക. ഈ ഒരു പോയിന്റ് ഡി എൽ എന്നുള്ള എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ ഒരു ഇതാണ് ലൂപ്പെങ്കിൽ ലൂപ്പിൻ്റെ ഒരു ചെറിയ എലമെൻ്റാണ് ഡി എൽ. ആ ഡി എൽ എന്നുള്ള എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ. ഞാൻ വേറൊരു എലമെൻറ്റ് ഡി എൽ ഇവിടെ എടുത്തു, അപ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും ഈ തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്, ടാൻജൻഷ്യൽ ആയിട്ടാണ്. വേറൊരു പോയിൻ്റ് എടുത്തു, ഇറ്റ് ഈസ് അഗെയിൻ ടാൻജൻഷ്യൽ. അപ്പോൾ ഡി എല്ലിൻ്റെ ഡയറക്ഷനും അതേ ഡി എല്ലിൻ്റെ ഡയറക്ഷനും അതേ ദിശയിൽ തന്നെയാണ്. അതായത് ബി ആൻഡ് ഡി എൽ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇവിടെ നോക്കിയാലും ബി ആൻഡ് ഡി എൽ ഒരേ സെയിം ഡയറക്ഷനാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആംബിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ബിയും അതുപോലെ ഡി എന്നും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു, ഇത് കണ്ടത് ഇറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് എന്നാണ് കണ്ടത്. പക്ഷെ വെറും കറണ്ട് ആയിരുന്നില്ല. നമുക്കറിയാം ഇതിനിടയ്ക്ക് ഒരു മീഡിയം ഉണ്ട്. മീഡിയം എന്ന് പറയുന്നത് എന്താ? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് വിച്ച് അലൗസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ടു സ്പ്രെഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എയർ ആയതുകൊണ്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് മ്യൂ നോട്ട്. സോ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻ ഐ. ഇതിപ്പോൾ ഞാനൊരു ചെറിയ എലമെൻറ്റിൻ്റെ ബി ഡോട്ട് എല്ലാം എടുത്തിട്ട് അവിടെ ദറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് എത്തി. അങ്ങനെ നമ്മൾ അടുത്തൊരു ബി ഡോട്ട് ഡി എൽ എടുത്തു. ഈ എല്ലായിടത്തുള്ള ബി ഡോട്ടിൽ എടുത്ത് അവസാനിക്കുന്ന ഈ സ്ഥലത്ത് വരെ എടുത്ത സമയത്ത് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന ഇത്രയും കംപ്ലീറ്റ് എടുത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൂപ്പിനെ മൊത്തമായിട്ട് എടുക്കാം. അപ്പോൾ അത് മാത്തമാറ്റിക്സിൻ്റെ ഭാഷ നമ്മളെങ്ങനെ പറയാം? വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഇറ്റ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻ ഐ. സോ ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ആംബിയർ സർക്യൂട്ട് ലോ. നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയാം? ഇതിന് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുന്നത്. ആരുടെ ലൈൻ ഇൻ്റഗ്രൽ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എലോങ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്? മ്യൂ നോട്ട് ടൈംസ് ദി കറണ്ട്. ഏത് തരത്തിലുള്ള കറണ്ടാണ്? കറണ്ട് എങ്ങനെ പോകുന്നത്? ഈ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട്, അതിന് ത്രെഡിങ് കറണ്ട് എന്നാണ് പറയുന്നത്. ലൂപ്പിലൂടെ ഒന്നുകിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ലൂപ്പിലൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് വയ്ക്കുമ്പോൾ കറണ്ട് നേരെ ഇവിടുന്ന് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴത്തേക്ക് വരാം. അപ്പോൾ ത്രെഡിങ് കറണ്ടായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണെങ്കിൽ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് magnetic field along a closed loop is equal to mu naught into mu naught times the current threading through loop.
കറണ്ട് ത്രെഡിങ് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിലൂടെ കടന്നു പോകുക. ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കറണ്ട് ഇതിലൂടെ അങ്ങോട്ട് കടന്നു പോകാം, അല്ലെങ്കിൽ ലൂപ്പിലെ താഴെ തിരിച്ച് വരിക. ഈ തരത്തിലുള്ള ഇതിനാണ് ത്രെഡിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം മനസ്സിലാക്കണം, കറണ്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഡയറക്ഷൻ നമ്മൾ കൺവെൻഷനലി പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ താഴത്തേക്ക് വരുന്ന കറണ്ട് ഡയറക്ഷൻ എന്താ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇത് 5 ആംപിയറാണ് മുകളിലേക്കെങ്കിൽ താഴത്തേക്ക് 2 ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ കറണ്ട് എടുക്കേണ്ടത് അപ്പോൾ എത്രയായിരിക്കും? 3 ആംപിയർ ആയിരിക്കും. ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോസിയൻ സർഫസിനുള്ളിൽ ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നെറ്റ് ചാർജ് എടുക്കുന്നത് 3 കൂളം 5 കൂളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ 8 കൂളം ടോട്ടൽ ചാർജായിട്ട് എടുക്കും. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ കറണ്ട് എടുക്കുന്ന സമയത്ത് കറണ്ട് ഡയറക്ഷൻ കൂടി ഈ തരത്തിൽ പരിഗണിക്കാം. സോ ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എലോങ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ദി കറണ്ട് ത്രെഡിങ് ത്രൂ ദ ലൂപ്പ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൂപ്പ് ഈ തരത്തിലുള്ളതാണ്. ഈ ലൂപ്പിൻ്റെ വലിപ്പം ഞാൻ ഒന്ന് ഇത് സർക്കിളാണ്, സർക്കിൾ വേറെ തരത്തിലൊന്നുകൂടി വലുതാക്കി വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പോൾ എന്തായിരിക്കും ഈ ലോന് വരുന്ന വ്യത്യാസം? അതായത് ഈ ഇക്വേഷൻ ക്ലോസ് ഇൻ്റഗ്രൽ B.dl = mu0 എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ? എന്താണ് പറയൂ. നമുക്കറിയാം ഈ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മളേക്ക് ഇവിടുത്തെ 6 കൂടും അല്ലേ? ആ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ട് കുറയും. മാഗ്നറ്റിക് ഫീൽഡ് കുറയും, അതേസമയം DL കൂടും. DL കൂടിയുണ്ട്, എന്താ ഈ ഇതിൻ്റെ പാത്തിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് DL കൂടുതലായിരിക്കും. അപ്പോൾ DL കൂടും, പക്ഷേ B കുറയും. അപ്പോൾ ഏത് ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും ചെറിയ ലൂപ്പായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും, അതേസമയം DL കുറവായിരിക്കും. വലിയ ലൂപ്പാകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറവായിരിക്കും, അതേസമയം DL കൂടുതലായിരിക്കും. എനിവേ ഇക്വേഷൻ ഈ തരത്തിലുള്ളതായിരിക്കും. ക്ലോസ് ഇൻ്റഗ്രൽ B.dl = mu0I. That is a mathematical expression for Ampere's circuital law. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പ്രോബ്ലം നോക്കാം. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ഈ ഒരു പാത്തിൽ 3 പാത്തുകൾ കൊടുത്തിട്ടുണ്ട്, 1 2 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിലൂടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും പറയാം. നോക്കൂ, ഒന്നാമത്തെ ലൂപ്പ് വരുന്ന സമയത്ത് കറണ്ട് ഈസ് ത്രെഡിങ് ത്രൂ ദിസ് ലൂപ്പ്. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? കറണ്ട് ഈസ് ത്രെഡിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഇത് ഈ തരത്തിലാണ്, ഇത് അങ്ങോട്ട് ഇതിലുള്ളിലൂടെ ഇങ്ങോട്ട് വരികയാണ്, ഇതിലൂടെ അങ്ങോട്ട് പോവുകയാണ്. വാട്ട് അബൌട്ട് ദ ലൂപ്പ് 3 എന്താ നമ്മൾ കാണുന്നത്? ഒരു ഡയറക്ഷനിൽ ഇത് വരികയും പിന്നെ തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും, നെറ്റ് കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആംപിയർ സർക്യൂട്ടല്ലോ ഒന്നാമത്തെ രണ്ടാമത്തെ ലൂപ്പിൽ നമുക്ക് എഴുതാം, ക്ലോസ് ഇൻ്റഗ്രൽ B.dl = mu0 I. അതിലൂടെ പോകുന്ന കറണ്ട്. ദിസ് ഫോർ ദ ലൂപ്പ് 1 and 2. മൂന്നാമത്തെ ലൂപ്പിനെ സംബന്ധിച്ച് എങ്ങനെ എഴുതാം? ക്ലോസ് ഇൻ്റഗ്രൽ B.dl = എന്താ? മൂന്നാമത്തെ ലൂപ്പിൽ കറണ്ട് ഇങ്ങനെ വരുന്നു, കറണ്ട് ഇങ്ങനെ അതിലൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെ കറണ്ട് 0 ആയിരിക്കും. സോ ഫോർ ദ ലൂപ്പ് 3 ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഫോർ 1 and 2 ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ആംപിയർ സർക്യൂട്ടല്ലോ. ആംപിയർ സർക്യൂട്ടല്ലോ ബാധകമാവുന്നത് സ്റ്റഡി കറൻസിനെ സംബന്ധിച്ചാണ്. അതായത് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത, ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള സ്റ്റഡി കറണ്ട് ആവുന്ന സമയത്താണ് ആംപിയർ സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ആംപിയർ സർക്യൂട്ടിൽ നമുക്ക് വേറെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. ഹൈ സിമ്മട്രി ആവശ്യമായിട്ടുള്ള സോളിനോയിഡ്, ടോറോയിഡ്, ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ആംപിയർ സർക്യൂട്ടിലോ നല്ല ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമ്മൾ ആംപിയർ സർക്യൂട്ടിലൂടെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റി ലോങ് സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. ലെങ്ത്ത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വയറിൻ്റെ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ എയിം. ദിസ് എ കറണ്ട് ക്യാരിയിങ് വയർ ആൻഡ് I is the current flowing through this wire and P is a point at a distance R from the wire. It is clear. Then we have to apply Ampere's circuital law. അപ്പോൾ ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. നേരത്തെ നമ്മൾ ലൂപ്പിലൂടെയാണ് കാര്യങ്ങൾ ആംപിയർ സർക്യൂട്ടിൽ പറഞ്ഞത്. അപ്പോൾ ഒരു ലൂപ്പ് വേണം. ആ ലൂപ്പിനെ നമ്മൾ പറയുന്ന പേര് ആംപീരിയൻ ലൂപ്പ് എന്നാണ്. ആംപീരിയൻ ലൂപ്പ്. ആംപീരിയൻ ലൂപ്പ്. സോ ഹിയർ യു ടു കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ് എൻക്ലോസിങ് ദ പോയിന്റ് P. നമ്മൾ ഏത് പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റ് P ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കിളാണ്. 3 ഡയമെൻഷനലായിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ദിസ് എ സർക്കിൾ. ഓക്കെ, ഈ തരത്തിലാണ് വരിക. നമ്മൾ നോക്കൂ, ഈ തരത്തിലാണ്
വരിക. ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു പി എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ ഉണ്ട്. ആ പി എന്നുള്ള പോയിൻ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ദിസ് ഇസ് അവർ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്? യു നോ, ഫോർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറൗണ്ട് ദിസ് ലൂപ്പ്. നമ്മളിങ്ങനെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ആണെങ്കിൽ, തമ്പ് റൂൾ അപ്ലൈ ആണെങ്കിൽ, കറണ്ട് നേരെ അങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ സറൗണ്ടിങ് ആയിട്ടായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ച്വലി അലോങ് ദി ആംപീരിയൻ ലൂപ്പ്. ദിസ് ഈസ് അവർ ആംപീരിയൻ ലൂപ്പ് ആക്ച്വലി. ദിസ് ഈസ് ആംപീരിയൻ ലൂപ്പ്. So magnetic field is along this amperian loop. B is in this direction, and if you consider small element here dl, so B and dl are in the same direction. If you consider a dl here, B is along this direction itself. B and dl are in the same direction. At all other points along the circle, the angle between B and dl is 0 degree. The angle between vector B and vector dl is 0 degree, always 0 degree, at the same direction. Then let us apply what is our Ampere's circuit law. What is Ampere's circuit law? Closed integral B dot dl is equal to mu naught I. That was expression. Then let us apply it. Dot, നമുക്കറിയാം ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി കോസ് തീറ്റ. നമുക്ക് ഇതിനെ മാറ്റാം. ക്ലോസ് ഇൻ്റഗ്രൽ ബി ഡി എൽ. അടുത്ത ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ ഹിയർ. ഏത് പോയിന്റ് നമ്മൾ ലൂപ്പിൽ എടുത്തു കഴിഞ്ഞാലും ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സോ ബി ഡി എൽ കോസ് 0 ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. ഓക്കെ, ബി ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു കറണ്ട്, ഒറ്റ കോൺസ്റ്റൻറ്റ് കറണ്ടാണ് പോകുന്നത് കൊണ്ട് ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പി എന്നുള്ള പോയിൻറ്റിൻ്റെ സർക്കിൾ ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ബി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ക്ലോസ് ബി ഇൻ്റഗ്രൽ ഡി എൽ. വാട്ട് ഈസ് കോസ് 0? കോസ് 0 ഈസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. ദെൻ വാട്ട് ഈസ് ഡി എൽ? ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ. ആ ഡി എൽ എല്ലാം കൂടി ഒരു ഡി എൽ, ഈ ഡി എൽ, ഈ ഡി എൽ എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ മൊത്തം എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡി എൽ എടുത്തു, വേറെ ഡി എൽ എടുത്തു, വേറെ ഡി എൽ, ഈ ഡി എൽ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ മൊത്തം പെരിമീറ്ററായി അല്ലെങ്കിൽ സർക്കംഫറൻസായി. ആറാണ് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് എന്തായി? 2πr. പെരിമീറ്റർ പറഞ്ഞാൽ 2πr. അപ്പോൾ എന്ത് വരും? ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. ഓർ വാട്ട് ഈസ് അവർ ബി? ബി ഈസ് ഈക്വൽ ടു mu naught I by 2πr. This is the expression for magnetic field at a point P due to a straight infinite current carrying wire. നമ്മൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി? കറണ്ട് അറിയണം, ഡിസ്റ്റൻസ് അറിയണം. നമുക്കറിയാം 6 കൂടുന്നതനുസരിച്ച് പി എന്നുള്ള പോയിന്റ് കുറച്ചും കൂടി അപ്പുറമാണെങ്കിൽ 6 കൂടും. അതിൻ്റെ ഫലമായിട്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയും. കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ് പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുന്നു, അതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. ഈ ഇമാജിനെ പോയിന്റ് പി അറ്റ് എനി അതർ ഡയറക്ഷൻ. ഇപ്പോൾ പി എന്നുള്ള പോയിന്റ് ഇവിടെ ആവാം, ബാക്കിൽ എവിടേക്ക് വേണമെങ്കിൽ ആ പിയിലേക്കുള്ള അകലമാണ് R. ദെൻ വി ഹാവ് ടു അപ്ലൈ ആംപീരിയസ് സർക്യൂട്ടൽ ലോ. ഫോർ ദാറ്റ് വി നീഡ് എൻ ആംപീരിയൻ ലൂപ്പ്. So we are imagining an Amperian loop in the form of a circle enclosing that point P. Okay. Then you know, for a straight carrying conductor, the magnetic field is around that conductor. So the magnetic field is acting along the Amperian loop. So the direction between B and DL is 0 degree. Now let us apply the Ampere's circuital law. Close integral B dot DL is equal to mu naught into I. That is close integral B DL cos 0. Because the angle between B and DL is 0 degree. So B DL cos 0 is equal to mu naught I. That is B. Take it outside. Close integral DL is equal to mu naught I. Close integral DL is nothing but the perimeter of the circle. That is 2πr. So B into 2πr is equal to mu naught I, or B is equal to mu naught I by 2πr. So that is the equation for magnetic field at a point P due to an infinitely long straight current carrying wire. ഹൈ സിമ്മട്രി ആവശ്യമുള്ള സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞ സോളിനോയിഡ് ടോറോയിഡ് ഒക്കെ തന്നെ. അപ്പോൾ സോളിനോയിഡ് ആൻഡ് ടോറോയിഡ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ടെലിവിഷൻ യൂസസ് സോളിനോയിഡ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. സിമിലർലി സിങ്ക്രോട്രോൺ യൂസസ് ബോത്ത് ടോറോയിഡ് ആൻഡ് സോളിനോയിഡ് ടു പ്രൊഡ്യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സോളിനോയിഡ് എന്താണ്,
അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ ടോറോയിഡ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിശദമായിട്ട് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് സോളിനോയിഡ്? സോളിനോയിഡ് കൺസിസ്റ്റ് ഓഫ് എ വയർ, എ ലോങ് വയർ wound in the form of helix whose neighboring turns are closely packed. ഈ തരത്തിലാണ്. നോക്കൂ, ലോങ് വയറാണ്, അത് ഹെലിക്കൽ ഫോമിലാണ് ചുറ്റിയിരിക്കുന്നത്. അതിൻ്റെ ടേണുകളൊക്കെ തന്നെ ഈച്ച് ടേൺ ക്യാൻ ബി കൺസിഡർ ആസ് എ സർക്കുലർ ലൂപ്പ്. ഓക്കെ, ഈ തരത്തിലുള്ള ലൂപ്പായിട്ടാണ് സർക്കുലർ ലൂപ്പ്, ഒരു സർക്കിൾ ലൂപ്പ് വേറെ സർക്കിൾ, ഈ തരത്തിലാണ് നമ്മുടെ സോളിനോയിഡിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഒരു സിംഗിൾ ലൂപ്പാണെങ്കിൽ, ഒരു സിംഗിൾ ടേൺ ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇതിലൂടെ ഈ ലൂപ്പിലൂടെ കറണ്ട് പോവുകയാണ്, ഈ തരത്തിലാണ് പോകുന്നത്. ഈ കറണ്ട് നേരെ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നു, നേരെ അങ്ങോട്ട് പോകുന്നു. ഈ നിങ്ങളുടെ നേരെ ഡയറക്ഷനിൽ വരുന്നതാണ് ഇവിടെ ഡോട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കറണ്ട് നേരെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻഡു മാർക്ക് കൊടുത്തു, കാരണം ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പറയാം? നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. ഈ തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ കറണ്ട് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഫിംഗേഴ്സ് കാണിച്ചിരിക്കുന്നത് കറണ്ടാണ്. കറണ്ട് നേരെ നിങ്ങളുടെ നേരെ വരികയാണെങ്കിൽ ഫീൽഡ് എങ്ങോട്ടാണ്? ഈ തരത്തിലാണ് തമ്പ് കാണിക്കുന്നത് നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കറണ്ട് ഈസ് ദിസ് ഡയറക്ഷൻ, അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ തമ്പ് കാണിച്ചിരിക്കുന്നത് ഫീൽഡ്. ആദ്യം നമ്മളിങ്ങനെ ജസ്റ്റ് പിടിക്കുന്നു, ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ്. അതിനെ ഈ മറ്റ് ഫിംഗേഴ്സ് ചേർത്ത് പിടിക്കുന്നു, തമ്പ് ഇങ്ങനെ വയ്ക്കുന്നു, തമ്പ് ജസ്റ്റ് ഓപ്പൺ. അപ്പോൾ ആ തമ്പ് കാണിച്ചിരിക്കുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ കറണ്ട് നേരെ നിങ്ങളുടെ അങ്ങോട്ട് വരുന്നു, നേരെ ഇങ്ങോട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ നോക്കാം, ഈ ഭാഗത്ത് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്സ് തന്നെയാണ്, പക്ഷേ ഇവിടെ സർക്കിൾസ് ആണ്. ഇവിടെ ആൾമോസ്റ്റ് സ്ട്രൈറ്റ് പാരലായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഒരു സിംഗിൾ ടേണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി ആ ഒരു ദിസ് വ്യൂ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് വൺ ടേൺ, ഞാൻ ഇതിനടുത്ത് ഒരു ടേൺ കൂടി കൊടുന്ന് വെച്ചാൽ ഇത് രണ്ടിലൂടെയും കറണ്ട് പോകുന്നെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന വ്യത്യാസം നോക്കുക. ഇവിടെ ഞാൻ ഒരു 4 ലൈൻസാണ് ഇപ്പോൾ ഇതിലൂടെ, ഒരു സിംഗിൾ ടേൺ ആകുമ്പോൾ 4 ലൈൻസാണ് ഇതിലൂടെ പോയിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നെങ്കിൽ ഒരു ടേൺ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 8. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചുകൂടി കൂടിയത് മാത്രമല്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടി പാരലായി. എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലാവുന്നത്? ഈ ലൂപ്പിലൂടെ എൻ്റർ ചെയ്ത് അത് ജസ്റ്റ് അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താകുന്നത്? പാരലാവുന്നത്. ബാക്കി ഭാഗത്ത് അത് ഡൈവേർജ് ചെയ്ത് പോകും, അത് നേരെ ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് പോകും. കേട്ടോ, ദിസ് ലൈവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ഡൈവേർജിങ് ലൈക്ക് ദിസ്. ഇതിലൂടെ ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നു, പിന്നെ ഡൈവേർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിനടുത്തായിട്ട് നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് അഗൈൻ ഇറ്റ് ഡൈവേർജസ്. അപ്പോൾ ഈ തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പാരലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് 2 ലൂപ്പിൻ്റെ കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് ലൂപ്പുകൾ ചേർന്നാണ് നമ്മുടെ സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡിൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് പാരലായിട്ടുള്ള ലൈനുകളായിട്ടാണ് കിട്ടുക. ഇവിടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പിന്നെ എന്തായി മാറും? അത് ഡൈവേർജ് ചെയ്ത് പോകും. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, ഈ തരത്തിൽ ഡൈവേർജ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉള്ളിലായി കിട്ടുന്നത് നമുക്ക് തരത്തിലുള്ള പാരലായിട്ടുള്ള സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സോളിനോയിഡിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെലിക്കൽ ഫോമിലുള്ള ലോങ് വയർ ചുറ്റിയിരിക്കുന്ന നൈബറിങ് ടേൺസുകൾ ക്ലോസ് ആയി പാക്ക് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതിലുള്ള ഓരോ ടേണുകളുടെയും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പാരലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ സോളിനോയിഡ് ഈസ് ആൻ instrument to produce a strong magnetic field or is an instrument to produce a parallel magnetic field. ഓക്കെ, ഇതാണ് സോളിനോയിഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കൂ, ഈ ഒരു ലൂപ്പിൻ്റെ ഔട്ട്സൈഡ് ഭാഗത്ത് എടുക്കാം. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ തരത്തിലാണ്. നോക്കൂ, ഇതിങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കുക, ഇതിൻ്റെ ഈ തരത്തിലായത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ എന്താണ്? താഴത്തേക്കാണ്. അപ്പോൾ നെറ്റ് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡ് ദ കോയിൽ, ഈ കോയിലിൻ്റെയൊക്കെ ഔട്ട്സൈഡ് റീജിയനിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതിനെ ഇപ്പോൾ എവിടെയും വരിക, ഈ സോളിനോയിഡിൻ്റെ കേസിലും ഈ ഔട്ട്സൈഡ് റീജിയനിലൊക്കെ തന്നെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും 0 ആയിരിക്കും. താഴെയാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഉണ്ടോ, ഇത് താഴത്തേക്കാണ്, ഇത് മുകളിലേക്കാണ്. അപ്പോൾ ഔട്ട്സൈഡ് ദി സോളിനോയിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് 0. പിന്നെ എവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്? സോളിനോയിഡിൻ്റെ ഉള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. It's a parallel lines representing the uniform magnetic field. So the important point is that the magnetic field only exists inside the solenoid and that magnetic field is very strong and parallel. ഒരു സിംഗിൾ ടേൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ വളരെ കുറവാണ്. അതിൻ്റെ പാരലായ മാഗ്നറ്റിക് ഫീൽഡ് കുറവാണെങ്കിൽ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കുറവാണെങ്കിൽ അത് കൂടുതൽ ടേൺസുകൾ വയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ
യൂണിഫോമിറ്റി കൂട്ടാനും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്ട്രെങ്ത്നെസ് കൂട്ടാനും കഴിയും. അതാണ് സോളിനോയിഡിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് ദാറ്റ് യു ടു ഫൈൻഡ് ഔട്ട്. ഇപ്പോൾ നമുക്കറിയാം ഇതാണ് സോളിനോയിഡിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ടേൺസിൻ്റെ എണ്ണൊക്കെ തരത്തിലുണ്ട്. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിൻ്റെ അകത്തേ ഉള്ളൂ, പുറത്ത് സോളിനോയിഡ് 0 ആണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു സോളിനോയിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. അതിനെ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെക്ടാങ്കുലർ വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെക്ടാങ്കുലർ വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഡോട്ട് എന്ന് പറയുന്നത് കറണ്ട് നമ്മുടെ നേരെ വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഈ ഇൻഡു മാർക്ക് കാണിച്ചിരിക്കുന്നത് കറണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ലൈൻസ് കാണിച്ചിരിക്കുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സോളിനോയിഡ് അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കേണ്ട ലോ എന്ന് പറയുന്നത് ആംബിയർ സർക്യൂട്ട് ലോ ആണ്. നമുക്കറിയാം ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു ഐ എന്നുള്ളതാണ് ആംബിയർ സർക്യൂട്ട് ലോ. ആംബിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഒരു ആംബീരിയൻ ലൂപ്പ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അവിടെ നമുക്കൊരു സിമ്മട്രിക് ആയിട്ടുള്ളൊരു ആംബീരിയൻ ലൂപ്പ് ഇവിടെ ഉണ്ടാക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ലൂപ്പാണ് ABCD. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് എടുത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ സർക്കുലർ വയറിൻ്റെ കേസിലൊക്കെ ഞാൻ എടുത്തത് എന്താ വെച്ചാൽ ഒരു സർക്കുലർ ലൂപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് റെക്ടാങ്കുലർ ലൂപ്പാണ്. എന്തായിരിക്കും കാരണം? ഇവിടെ പാരലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇങ്ങനെയുള്ള പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഞാനൊരു സർക്കുലറായിട്ട് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഇത് B ആണ് അല്ലേ, ഇത് DL ആണ്. അപ്പോൾ Bയും DLും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എല്ലാം തന്നെ ഡിഫറൻ്റ് ആയിരിക്കും ഓരോ കേസിലും. പിന്നെയാണെങ്കിൽ B ഇങ്ങനെ കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് പാരലൽ ലൈൻസ്. അപ്പോൾ ഈ കർവ്ഡ് ആയിട്ടുള്ള പാത്ത് എടുത്തെങ്കിൽ ബിയും DLും തമ്മിലുള്ള ആംഗിൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ പ്രോബ്ലം ഇല്ല. കാരണം B ഈ ഡയറക്ഷനാണ്. ഞാൻ എടുത്തിരിക്കുന്ന റെക്ടാങ്കുലർ ലൂപ്പിൻ്റെ DLും അതേ ഡയറക്ഷനിലാണെങ്കിൽ ബിയും DLും തമ്മിൽ നമുക്ക് ആംഗിൾ 0 എന്ന് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആംബിയർ സർക്യൂട്ടല്ലോ അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഈ റെക്ടാങ്കുലർ ലൂപ്പിൽ ABCD എന്നുള്ള റെക്ടാങ്കുലർ ലൂപ്പിൽ ആംബിയർ സർക്യൂട്ടല്ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ലൂപ്പിൻ്റെ പേരാണ് ABCD. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ ക്ലോസ് ഇൻറ്റഗ്രൽ ABCD B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ മൊത്തം ഇൻറ്റഗ്രേഷൻ A മുതൽ B ടു C, C ടു D ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കതിനെ 4 ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റഗ്രൽ A ടു B DL. വാട്ട് ഈസ് B ആൻഡ് DL? ദ ആംഗിൾ ബിയും DLും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവർ തമ്മിലുള്ള ആംഗിൾ എന്താ? BDL കോസ് 0. കാരണം ബിയും DLും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. പ്ലസ് ദെൻ സെക്കൻഡ് ടേം എന്താ വരിക? വാട്ട് വിൽ ബി ദ സെക്കൻഡ് ടേം? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ B ടു C BDL. What is the angle between B and DL? Here DL is in this direction, B is in this direction. So the angle is 90 degree. So cos 90 plus third term C to D BDL. Here B is in this direction, DL is in this direction. So the angle is 180 degree. Cos 180 degree plus the last term is D to A BDL cos 90 degree. Okay, you know cos 90 is equal to 0. So this term is 0. Cos 90 0 ആയി കഴിഞ്ഞാൽ there is no, so this term is equal to 0. Again this term is 0. Okay, now we already told that outside the solenoid, the solenoidൻ്റെ ഔട്ട്സൈഡാണ്. അപ്പോൾ Q എന്നൊരു പോയിന്റ് എടുത്തിരിക്കുന്ന ഒരു സോളിനോയിഡിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിൻ്റാണ്. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് അത് തമ്മിലുള്ള ടേൺസുകൾ തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് കൊണ്ട് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ വാട്ട് ഇസ് എ റിമൈനിങ് ടേം? ഓൺലി ദ ടേം റിമൈനിങ് വിൽ ബി ദിസ് ടേം. അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ A ടു B DL B ഇൻറ്റു DL. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ B ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് B ഇൻറ്റഗ്രൽ A ടു B DL എന്ന് പറഞ്ഞാൽ ഈ AB എന്നുള്ള ലെങ്ത്തിന് DL എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ABയുടെ മൊത്തം ലെങ്ത്താണ്. ഈ AB എന്നുള്ള ലെങ്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന L എന്നുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രൽ DL ഈസ് ഈക്വൽ ടു BL. സോ ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ക്ലോസ് ഇൻറ്റഗ്രൽ B ഡോട്ട് DL ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് BL എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ് ഇതിലുള്ള കറണ്ട്? ഞാൻ എടുത്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പിലുള്ള കറണ്ട് എന്താണെന്ന് കണ്ടെത്തണം. നോക്കൂ, കറണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഹിയർ ദിസ് കറണ്ട്, ഈ കറണ്ട് നമ്മുടെ നിങ്ങൾക്ക് നേരെ എതിരാണ് വരുന്നത്. ദിസ് കറണ്ട് ഈസ് ദിസ് ഡയറക്ഷൻ.
ഈ കറണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയുള്ള കറണ്ട് നേരെ ഉള്ളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ആംബിയൻ ലൂപ്പിനകത്ത് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്വേർഡ് കറണ്ട് ഈസ് ഓൺലി ടേക്കൺ. ഈ ടേക്ക് ദ ഓൺലി ദ ഔട്ട്വേർഡ് കറണ്ട് ദാറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ഇത് ഇൻവേർഡ് കറണ്ട് നമുക്ക് നെഗറ്റീവ് എടുക്കാം. പക്ഷേ ഇൻവേർഡ് ഈ പോകുന്ന കറണ്ട് ഈ ആംബിയൻ ലൂപ്പിനെ എഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു കറണ്ട് മാത്രം എടുത്താൽ മതി. ഈ ലൂപ്പിനകത്ത് വരുന്ന ഈ കറണ്ട് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. ഞാൻ കറണ്ട് എന്താണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ടേൺ ഡെൻസിറ്റി ഓഫ് സോളിനോയിഡ് പറഞ്ഞാൽ n ആണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ സോളിനോയിഡിൻ്റെ മൊത്തം നീളം നമുക്ക് അറിയില്ല. നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ലെങ്ത് എടുത്തു. ആ ലെങ്ത്തിൽ വരുന്ന ടേണുകളുടെ എണ്ണം കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്കറിയാവുന്നത് ടേൺ ഡെൻസിറ്റി ഓഫ് സോളിനോയിഡ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ n. സ്മോൾ ലെറ്റർ n. ഓക്കെ, സ്മോൾ ലെറ്റർ n. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ടോട്ടൽ ടേൺസിൻ്റെ എണ്ണം കണ്ടെത്തുക? അതായത് L ആണ് ഈ ലെങ്ത്ത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്ത് L ആണ്. n ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്കിൽ ടോട്ടൽ ടേൺസ് എന്ന് പറയുന്നത് n, ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു L ആയിരിക്കും. കാരണം ഈ ഒരു ആംബീരിയൻ ലൂപ്പിൽ കൺസിഡർ ചെയ്യുന്ന ഭാഗത്തുള്ള ടേണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ഇൻറ്റു ആ കൺസിഡർ ചെയ്ത റീജിയൻ്റെ ലെങ്ത്ത് NL. ഓക്കെ, ഇത് നമുക്കറിയാം ഒരു ടേണിലൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക. ദ കറണ്ട് I is entering through one turn. ഓരോ ടേണിലൂടെയും വരുന്ന കറണ്ട് I ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ കറണ്ട്? അപ്പോൾ ആ ഇത്രയും ടേണിൽ വരുന്ന ടോട്ടൽ കറണ്ട് എന്തായി വരും? N ഇൻറ്റു NL ഇൻറ്റു I എന്നുള്ളതായിരിക്കും. ഓക്കെ അല്ലേ? NL ഇൻറ്റു I എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ കറണ്ട് ത്രെഡിങ് ത്രൂ ദിസ് ലൂപ്പ്. ഈ ലൂപ്പിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അതായത് I ആണ് ഒരു ടേണിൻ്റെ ഉള്ള പോകുന്ന കറണ്ട്. നമ്മൾ എത്ര ടേൺസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ടേൺസിൻ്റെ എണ്ണം NL ആണ്. കാരണം L ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്ത്. N എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ടേൺ ഡെൻസിറ്റിയാണ്. അപ്പോൾ ടേൺ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺസ് ആണ്. ഒരു ടേണിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞ് I ആണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ I ആണ് ഒരു ടേണിലൂടെ കറണ്ട് എങ്കിൽ ടോട്ടൽ ടേണിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് NLI ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലോയിലേക്ക് വീണ്ടും വരാം. വാട്ട് ഈസ് അവർ ആംബിയൻ സർക്യൂട്ട് അല്ലോ? ക്ലോസ് ഇൻ്റഗ്രൽ B ഡോട്ട് DL ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് I എന്നാണ് അല്ലേ? അപ്പോൾ B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് കണ്ടെത്തി? BL ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. BL ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു I എന്നാണ് അല്ലേ? ലോ ഒന്നുകൂടി എഴുതാം. ക്ലോസ് ഇൻ്റഗ്രൽ B ഡോട്ട് DL ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു I എന്നാണ്. അപ്പോൾ B ഡോട്ട് DL നമ്മൾ ഡിറൈവ് ചെയ്തപ്പോഴാണ് BL കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു വാട്ട് ഈസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ഇൻ ദിസ് ലൂപ്പ്. ഈ ലൂപ്പിലുള്ള മൊത്തം കറണ്ട് എന്ന് പറയുന്നത് NL ഇൻറ്റു I. ഓക്കെ, ഐ ആം ക്യാൻസലിങ് L ആൻഡ് L. So B is equal to mu naught Ni. Mu naught Ni. So this is the expression for magnetic field inside the solenoid. അതായത് ഈ ഭാഗത്തുള്ള ഉള്ളിലുള്ള ഈ പോയിന്റ് P എന്നൊരു പോയിന്റ് ഇവിടെ ഉള്ളിലിരുത്തിരിക്കുകയാണ്. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ B is equal to mu naught ഇൻറ്റു N ഇൻറ്റു I. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പോകുന്ന കറണ്ട് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. പിന്നെ നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. സ്വാഭാവികമാണ്, ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിലൂടെ കൊടുക്കുന്ന കറണ്ടിൻ്റെ എണ്ണം കൂടും, തീവ്രത കൂടും, അതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. സോ ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി സോളിനോയിഡ്. B is equal to mu naught Ni. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് സോളിനോയിഡ്. ഇതിൻ്റെ ഈ ഫിംഗേഴ്സൊക്കെ കറണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ ഈ തമ്പ് കാണിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ magnetic field inside the solenoid. Toroid is a hollow circular ring on which a large number of turns are closely wound. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് സോളിനോയിഡ് എന്താ മനസ്സിലാക്കി? സോളിനോയിഡിൻ്റെ സർക്കുലർ ഫോമിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ടോറോയിഡ് ആയിരിക്കും. ടോറോയിഡ് ഈസ് എ എൻഡ്ലെസ് സോളിനോയിഡ്. ഓക്കെ, then it produce a circular magnetic field lines. നമുക്ക് ഇതിൽ ഇടയ്ക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സർക്കുലർ ഫോമിൽ കിട്ടാനും കഴിയും. ഇവിടെ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ടോറോയിഡ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഈ തരത്തിലുള്ള ഒരു ക്രോസ് സെക്ഷനായിട്ട് ടോറോയിഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോളിനോയിഡ്, ദിസ് വാസ് അവർ സോളിനോയിഡ് അല്ലേ? ഈ സോളിനോയിഡ് ഈ തരത്തിൽ ബെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ടോറോയിഡായി കിട്ടുന്നത്. ഇതിൻ്റെ ടേൺസുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് കറണ്ട് ഡയറക്ഷൻ പുറത്തേക്കായിട്ടും അതുപോലെ ഇൻറ്റു കാണിച്ചിരിക്കുന്നത് കറണ്ട് ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. ടേൺസ് ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കറണ്ട് വരുന്ന, ഒരു ഭാഗത്തേക്ക് കറണ്ട് പോകുന്നു. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ഈ ഒരു റീജിയൻ, ഒരു ഹോളോ സർക്കുലർ റിംഗ് ആയതുകൊണ്ട് ഇവിടെ റീജിയൻ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റീജിയൻ്റെ ഉള്ളിലായിട്ട് ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റീജിയൻ പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 3 പോയിന്റുകളാണ് ഔട്ട്സൈഡ് ദ ടോറോയിഡ് ആൻഡ് ഇൻസൈഡ് ദ ടോറോയിഡ് ആൻഡ് വിത്തിൻ ദി ടോറോയിഡ്. ഈ 3 റീജിയനിലുള്ള ഓരോ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ്
മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് ക്യൂ, ദറ്റ് ഈസ് ഔട്ട്സൈഡ്. മാഗ്നറ്റിക് ഫീൽഡ് പി ക്യൂ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഔട്ട്സൈഡ് പോയിൻ്റാണ്. ഔട്ട്സൈഡ് പോയിൻ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ യു കൺസിഡർ ആംപീരിയൻ ലൂപ്പ്. ആംപീരിയൻ ലൂപ്പ് ഈസ് എ സർക്കിൾ. ഈ തരത്തിലൊരു ബിഗ് സർക്കിൾ ആയിരിക്കും ആംപീരിയൻ ലൂപ്പ്. ഇനി ആംപീരിയൻ ലൂപ്പിൽ എൻക്ലോസ് ചെയ്യുന്ന ആംപീരിയൻ ലൂപ്പിലുള്ള കറണ്ട് കണ്ടുപിടിക്കാം. നോക്കൂ, ഈ ലൂപ്പിൽ സംബന്ധിച്ച് ഇവിടെ വയർ എന്താ ചെയ്യുന്നത്, വയർ ഇതൊന്ന് വരികയും ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ വയർ ഇങ്ങോട്ട് വരുന്നു, ഇത് ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ കറണ്ട് ത്രെഡ് ചെയ്യുന്നുണ്ട്, ഔട്ട്സൈഡ് ത്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻസൈഡ് ത്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആംപിയർ സർക്യൂട്ടിൽ എഴുതാം? ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു വാട്ട് ഇസ് ദ നെറ്റ് കറണ്ട്? നെറ്റ് കറണ്ട് ഈസ് 0. സോ വാട്ട് ഈസ് ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ? ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? either be 0 or dl is 0. dl can never be 0. കാരണം ഈ ഡി എൽ നമ്മൾ ആംപീരിയൻ ലൂപ്പിൽ ഡി എൽ എന്നുള്ള എലമെൻറ്റ് ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഡി എല്ലിന് ഒരിക്കലും 0 ആവാൻ കഴിയില്ല. ദെൻ ഓൺലി ബി ഈസ് 0. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 അറ്റ് എവറി പോയിന്റ് ഔട്ട്സൈഡ് ദി ടോറോയിഡ്. ക്യൂ എന്നുള്ള പോയിന്റ് ഇവിടെ ആയാലും എവിടെ ആയി കഴിഞ്ഞാലും ഈ പോയിന്റിലൊക്കെ ഉള്ള ടോറോയിഡിൻ്റെ പുറത്തുള്ള ഏതൊരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് ഉള്ളിലുള്ള പോയിന്റ് നോക്കാം. എ പോയിന്റ് ലൈക്ക് പി എന്നുള്ള പോയിന്റ്, ഈ ഭാഗത്ത് എവിടെയുള്ളൊരു പോയിന്റ് എടുക്കുക, പി. അപ്പോൾ സെക്കൻഡ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി. പി എന്നുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡാണ് വിചാരിക്കുക, ഇൻസൈഡ്. നേരത്തെ പോലെ നോക്കുക, ഈ കൺസേൺ ആംപീരിയൻ ലൂപ്പ്. ആംപീരിയൻ ലൂപ്പ് ഈസ് അഗൈൻ എ സർക്കിൾ. ഓക്കെ, ആംപീരിയൻ ലൂപ്പിൽ വരുന്ന കറണ്ട് നോക്കൂ. എന്താണ് ആംപീരിയൻ ലൂപ്പിലേക്ക് വരുന്ന കറണ്ട്? നോക്കുക, വയർ ഇവിടെയുള്ളത്, പുറത്താണുള്ളത്. കറണ്ട് വരണം പോകുന്നതൊക്കെ പുറത്താണ്. അപ്പോൾ ഈ ആംപീരിയൻ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് വരുന്നുമില്ല, കറണ്ട് പോകുന്നില്ല. സോ ദ നെറ്റ് കറണ്ട് ഇൻ ദാറ്റ് ലൂപ്പ് ഈസ് 0. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വളരെ സിമ്പിളായ കാര്യം, ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു നെറ്റ് കറണ്ട്. ദർ ഇസ് നോ കറണ്ട് ത്രെഡിങ് ടു ദിസ് ലൂപ്പ് ഓർ എവേ, ഇറ്റ് ഈസ് എയ്തർ ഇൻ ടു ലൂപ്പ് ഓർ എവേ ഫ്രം ദ ലൂപ്പ്. ഈ ലൂപ്പിലേക്ക് വരുന്നില്ല, ലൂപ്പിൽ നിന്ന് പോകുന്നില്ല. അതിലുള്ള നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇൻറ്റു 0, ദാറ്റ് ഈസ് ആൻസർ 0. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0 അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദി ടോറോയിഡ്. ഇനി നമുക്കൊരു റീജിയൻ കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. ഈ ഇടയ്ക്കുള്ള റീജിയൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ലൈക്ക് എസ് എന്നുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം. ഓക്കെ, എസ് എന്നുള്ള പോയിന്റ് അറ്റ് എ പോയിന്റ് യെസ്, അറ്റ് എ പോയിന്റ് യെസ്, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അറ്റ് എ പോയിന്റ് യെസ്. അഗെയിൻ വി കൺസിഡർ ആംപീരിയൻ ലൂപ്പ്. ഈ റെഡ് കാണിച്ചിരിക്കുന്ന ആംപീരിയൻ ലൂപ്പാണ്, സർക്കിൾ കാണിച്ചിരിക്കുന്ന ആംപീരിയൻ ലൂപ്പാണ്. ഈ ആംപീരിയൻ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആംപിയർ സർക്യൂട്ട് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്പർ ഡെൻസിറ്റി, ടേൺ ഡെൻസിറ്റി എന്ന് എടുത്തിരിക്കുന്നത്, ടേൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ n ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ടോറോയിഡിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്, ടേണിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഇത് രണ്ടും ഇവിടെ എടുത്ത് ക്വാണ്ടിറ്റീസാണ്. ഇനി നമുക്ക് തിയറം അപ്ലൈ ചെയ്യാം. ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് I എന്നുള്ളതാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ നോക്കൂ, ഈ ഈ ഒരു ലൂപ്പിനകത്തായിട്ട് ഡി എൽ എന്നുള്ള ഈ ഒരു ലൂപ്പ് എന്നോ, ഈ ലൂപ്പിൻ്റെ ഇത്രയും ഭാഗത്തുള്ള ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിമീറ്ററാണ് അല്ലേ, പെരിമീറ്ററാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദി ആംപീരിയൻ ലൂപ്പ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ ടേണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും, ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദി ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഇവിടെ ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രിയാണ്. ബിയുടെ അതെ, ബി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദി ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ആംപീരിയൻ ലൂപ്പിൻ്റെ ഡി എല്ലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബി ഡി എൽ കോസ് 0 ഈസ് ഈക്വൽ ടു ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡി എൽ. കാരണം കോസ് 0 ഈസ് ഈക്വൽ ടു 0, കോസ് 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്ത് വരും? ബി ഡി എൽ, ദാറ്റ് ഈസ് ബി ഇൻറ്റു ക്ലോസ് ഇൻറ്റഗ്രൽ ഡി എൽ. ഇനി വാട്ട് ഈസ് ഡി എൽ? ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ആംപീരിയൻ ലൂപ്പിൻ്റെ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ റേഡിയസായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ എല്ലാ ഡി എല്ലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ മൊത്തം ലെങ്ത്തായി എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ മൊത്തം സർക്കംഫറൻസായി അല്ലെങ്കിൽ അതിൻ്റെ പെരിമീറ്ററായി. വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ്
ലൂപ്പ് ആറാണ് റേഡിയസ് എങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 2πr അല്ലേ? ബി ഇൻറ്റു 2πr ഈസ് ദി മാഗ്നറ്റ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ എസ് എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതുമായി ഉൾക്കൊള്ളുന്ന ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ആംപീരിയൻ ലൂപ്പിൻ്റെ റേഡിയസ് ഞാൻ എടുത്തിരിക്കുന്ന ആറാണ്. അപ്പോൾ നമ്മൾ ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എൽ ഇൻറ്റു കോസ് 0 എടുക്കാനുള്ള കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദി ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ബി യും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്ലോസ് ഇൻറ്റഗ്രൽ ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എൽ ഈസ് നത്തിങ് ബട്ട് ദി all length of the Amberian loop. That is the overall length of the Amberian loop is 2πr. Okay, so that is b into 2πr. That is the left hand side of Amberian circuit അല്ലോ. ഇനി നമുക്ക് ഈ ലൂപ്പിൽ ഉൾക്കൊള്ളുന്ന മൊത്തം കറണ്ട് എന്താണെന്ന് കണ്ടെത്തണം. What is the current? നമുക്കറിയാം ഈ ലൂപ്പ് റെഡ് കളറുള്ള ഈ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കറണ്ട് വരുന്നുണ്ടല്ലേ. കറണ്ട് ഇവിടെ നമുക്കിങ്ങനെ ഇതൊന്ന് ഔട്ട്വേർഡായിട്ട് പോകുന്നുണ്ട് പറഞ്ഞാൽ ഇതിൽ കറണ്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ടേണിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെങ്കിൽ നമുക്കിതിലുള്ള ഈ ലൂപ്പിനകത്ത് വരുന്ന മൊത്തം ടേൺസിൻ്റെ എണ്ണം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടേൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? n ആണ്. ഓക്കെ, n. Then what is the length of this Amberian loop? 2πr, isn't it? So that is the overall length 2πr into n is the ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഈ ലൂപ്പിനകത്ത് വരുന്ന ടോട്ടൽ ടേണുകളുടെ എണ്ണമാണ് n ഇൻറ്റു 2πr. ഒരു ടേണിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 2πr ഇൻറ്റു ഐ. ഇതാണ് ഇവിടുത്തെ മൊത്തം കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ലോ അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു വാട്ട് ഇസ് ദ ടോട്ടൽ കറണ്ട്? ഇത്രയും കറണ്ടാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ലൂപ്പിനകത്തുള്ള മൊത്തം കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് n ഇൻറ്റു 2πr into I. Okay, 2πr get cancel, so b is equal to mu naught n I. So that is the expression for magnetic field at any point within this solid within this toroid. That is b is equal to mu naught n I. Okay, what is this small n? Small n is the number density or number of turns per unit length. n is equal to actually total turns divided by ദി ടോട്ടൽ ലെങ്ത് ഓഫ് ആംപീരിയൻ ലൂപ്പ്. ദാറ്റ് ഇസ് 2πr. കാരണം ഈ ലൂപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ്. അതുപോലെ ടോട്ടൽ ടേൺസ് ക്യാപിറ്റൽ n എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്മോൾ n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ n ബൈ 2πr. അപ്പോൾ നമുക്ക് നേരത്തെ സോളിനോയിഡ് ചെയ്തപ്പോഴും ഇപ്പോൾ ടോറോയിഡ് ഇപ്പോൾ ചെയ്തപ്പോഴും കിട്ടിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? നിങ്ങൾ നോക്കി നോക്കൂ. നേരത്തെ സോളിനോയിഡിൻ്റെ കേസിൽ എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്? ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് n I, where small n is capital N by L. What is capital N? Capital N is the total turns of the solenoid and L is the total length. So നമുക്ക് small n കണ്ടുപിടിക്കണമെങ്കിൽ capital N by L എടുത്താൽ മതി. ഇത് it is for solenoid. And for toroidൻ്റെ കേസ് ആണെങ്കിൽ B is equal to mu naught N I, but small n is equal to capital N by 2πr. What is r? R is the radius of the toroid. നമ്മളിപ്പോൾ ഈ ടോറോയിഡിൻ്റെ റേഡിയസ് ഇപ്പോൾ ഈ റേഡിയസ് എടുക്കുന്നുണ്ട്, മീൻ റേഡിയസ്. ഇപ്പോൾ പ്രോബ്ലം ഒക്കെ എത്തിയ സമയത്ത് നമുക്ക് ഒരു പക്ഷേ ഈ സർക്കുലർ ഹോളോ ആയിട്ടുള്ള ഇതിൻ്റെ റേഡിയസും തരും, ഇതിൻ്റെ റേഡിയസും തരും. നമുക്ക് അതിൻ്റെ മീൻ റേഡിയസ് കണ്ടുപിടിക്കാൻ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഡിയസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ലൂപ്പിൻ്റെ ലെങ്ത്ത് കണ്ടെത്താനും കഴിയും. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ആൻഡ് ഡ്യൂ ടു എ ടോറോയിഡ്. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. A solenoid of length 0.5 meter has a radius of 1 centimeter and is made up of 500 turns. It carries a current of 5 ampere. What is magnitude of magnetic field inside the solenoid? നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് സോളിനോയിഡിൻ്റെ എക്സ്പ്രഷൻ. ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എൻ ഐ. ഇൻസൈഡ് ദി സോളിനോയിഡ് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ നോട്ട് എൻ ഐ. വാട്ട് ഈസ് എൻ? സ്മോൾ എൻ ഈസ് ദി നമ്പർ ഡെൻസിറ്റി. നമുക്ക് സ്മോൾ എൻ ഇവിടെ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് സ്മോൾ എൻ തന്നിട്ടില്ല. സ്മോൾ എൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ എൽ. കാരണം 500 ടേൺസ് പറയുന്നത് അതിലുള്ള ആ സോളിനോയിഡിൻ്റെ മൊത്തം ടേൺസിൻ്റെ എണ്ണമാണ്. സോളിനോയിഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്? 0.5 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 500 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറഞ്ഞാൽ 1000 ടേൺസ് പെർ മീറ്റർ.
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂ നോട്ടിൻ്റെ വാല്യൂ 4π × 10⁻⁷ ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു I എന്ന് ഈക്വൽ ടു വാട്ട് ഈസ് I ഈക്വൽ ടു 5 ആംപിയർ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6.28 × 10⁻³ ടെസ്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച വേറൊന്ന് ഒരു ഇൻഫിനിറ്റി ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ ഒരു ഇക്വേഷൻ ആണോ, അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ ലോങ് സ്ട്രൈറ്റ് വയർ ക്യാരീസ് എ കറണ്ട് ഓഫ് 35 ആംപിയർ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 20 സെൻറ്റിമീറ്റർ ഫ്രം വയർ? മാഗ്നറ്റിക് ഫീൽഡ് വാട്ട് ഈസ് എക്സ്പ്രഷൻ B is equal to μ0I/2πr. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മ്യൂനോട്ടിൻ്റെ വാല്യൂ 4π × 10⁻⁷ ഇൻറ്റു വാട്ട് ഈസ് I is equal to 35 ആംപിയർ, isn't it? Then 2π into what is radius? Radius means distance ആണ് അല്ലേ. നമ്മൾ ഒരു വയർ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. സോ 20 × 10⁻². ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3.5 × 10⁻⁵ ടെസ്ല എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. 3.5 × 10⁻⁵ ടെസ്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ട് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ടോറോയിഡിൻ്റെ പ്രോബ്ലം കൂടി നോക്കാം. എ ടോറോയിഡ് ഹാസ് എ കോർ നോൺ ഫെറോമാഗ്നറ്റിക് ഓഫ് ഇന്നർ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഔട്ടർ റേഡിയസ് 25 സെൻറ്റിമീറ്റർ അറൗണ്ട് വിച്ച് 1500 turns of a wire are wound. If current in the wire is 2 ampere, calculate the magnetic field inside the toroid and outside the toroid. നമ്മളിപ്പോൾ ചെയ്ത ഇക്വേഷൻസ് തന്നെയാണ്. ടോറോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. നമുക്ക് ഇക്വേഷൻ ഇവിടെ കയ്യിലുണ്ട്. അതുപോലെ ഔട്ട്സൈഡ് ദ ടോറോയിഡ് എന്താണെന്നും കണ്ടെത്തണം. ഇവിടെ തന്നിരിക്കുന്ന 2 റേഡിയസ് ആണ്. ഒരു കോർ ഈ തരത്തിലുള്ള കോറായതുകൊണ്ട് ഇങ്ങനെയാണ് തരത്തിലെങ്കിൽ ഇതിൻ്റെ ഇന്നർ റേഡിയസും ഇതിൻ്റെ ഔട്ടർ റേഡിയസും വന്നിരിക്കുന്നത്. നമുക്ക് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഈ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എങ്ങനെ എടുക്കണം? ദിസ് ഈസ് ഗിവൺ ആസ് 20 സെൻറ്റിമീറ്റർ, ദിസ് ഈസ് ഗിവൺ ആസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ മെയിൻ റേഡിയസ് എടുക്കണം. അപ്പോൾ മെയിൻ റേഡിയസ് R is equal to 20 + 25 divided by 2, that is 22.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ റേഡിയസ് കിട്ടി. നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കണ്ടെത്തണം. അതായത് ആംപീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്ത് L is equal to 2πr ആണ്. 2 × 3.14 × 22.5 × 10⁻². ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1.413 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ആംപീരിയൻ ലൂപ്പ്. ദെൻ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0NI എന്നാണ് അല്ലേ. മ്യൂ എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷. What is small n? Small n is equal to capital N divided by 2πr എന്നാണ് അല്ലേ. ക്യാപിറ്റൽ N divided by 2πr. 2πr നമ്മളോട് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര? 1500 ബൈ 2πrൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൗ മച്ച്? 1.413 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.003 ടെസ്ല. So that is the magnetic field at a point inside the toroid. Outside the toroid നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 എന്നുള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് പ്രോബ്ലംസ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സുകളിൽ 3-4 ഇക്വേഷൻസാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അതുപോലെ എന്താണ് ആംബിയർ സർക്യൂട്ടല്ലോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി. What was Ampere's circuital law? Ampere's circuital law was closed integral B.dl is equal to μ0 into I, where I is the current threading through the loop. പിന്നെ നമ്മൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ B is equal to μ0I divided by 2πr. ഒരു സ്ട്രൈറ്റ് വയർ അല്ലേ, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ എക്സ്പ്രഷൻ ഈ തരത്തിൽ കണ്ടെത്തി. മൂന്നാമത്തെ സോളിനോയിഡിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ B is equal to μ0NI, where small n is equal to capital N by L. It is for solenoid അല്ലേ. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ. ടോറോയിഡിൻ്റെ കേസിൽ B is equal to again μ0 in Ni, but small n is equal to capital N by 2πr, where R is the radius of the toroid. ഇത് ടോറോയിഡിൻ്റെ എക്സ്പ്രഷനാണ്. ഇത് സ്ട്രൈറ്റ് വയറിൻ്റെ ഇതിന് നമ്മളെന്താ പറയുക? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ.
ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കുക. പ്രോബ്ലംസ് കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്